അയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം മതജീവിതയുടെ പരാതി, അതായത് ബലാത്സംഗ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയാൻ തുടങ്ങിയിട്ട് 3 ദിവസം പിന്നിട്ടു. ഇന്നിപ്പോൾ രാവിലെ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ എത്തിച്ചു, അദ്ദേഹത്തെ തെളിവെടുപ്പ് നടത്തി. അപ്പോൾ ഇപ്പോൾ SITക്ക് മുന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് പല ഒന്നാം മതജീവിതയോടും രണ്ടാം മതജീവിതയോടും മൂന്നാം മതജീവിതയോടും സൗഹൃദം സ്ഥാപിക്കുകയും നമ്പർ കൈക്കലാക്കുകയും തുരുകര മെസ്സേജ് അയക്കുകയും അവരുമായിട്ട് സൗഹൃദത്തിലായി പ്രണയത്തിലായി പിന്നെ ശാരീരിക വേഴ്ചക്ക് ഏർപ്പെടുകയും ശാരീരബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം തനിക്ക് കുഞ്ഞു വേണം, ഭ്രൂണം വളർന്നു കഴിയുമ്പോൾ തനിക്ക് കുഞ്ഞു വേണമെന്ന് ഒന്നാമത് ജീവിതത്തിൽ പറഞ്ഞ ഐ വാണ്ടഡ് ടു ബേബി, എനിക്ക് നിന്നിൽ കുഞ്ഞു വേണം, നമുക്ക് സ്ഥിരമായിട്ട് ബന്ധപ്പെടാം എന്ന രീതിയിലൊക്കെ മെസ്സേജുകളൊക്കെ അയക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ കുഞ്ഞാവണം എന്ന് ആഗ്രഹം. അതായത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഒരു പുരുഷനും സ്ത്രീ അല്ലെങ്കിൽ 2 ചെറുപ്പക്കാർ പ്രണയിച്ചെന്നിരിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് അപ്പോഴേ തന്നെ കുഞ്ഞു വേണമെന്ന് നമ്മൾ പറയും. എന്റെ ഒരു സംശയമാണ്, ബാക്കി തുഫേൽ പറയണം. പറഞ്ഞോളൂ. അപ്പോ ഇവനൊരു സെക്ഷൽ പെർവെർട്ട് ആണെന്ന കാര്യത്തിൽ അയ്യപ്പേട്ടനും രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ 3 കേസിലും, അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും എനിക്ക് ജാമ്യം ലഭിച്ചു. 3-ാമത്തെ കേസിൽ പോലീസ് വളരെ നാടകീയമായി വളരെ രഹസ്യ നീക്കത്തിലൂടെയാണ് പാലക്കാടുള്ള 5%, 10% പോലീസുകാർ പോലും, സംസ്ഥാനത്തിനകത്ത് 10% പോലീസുകാരും അറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അപ്പോൾ വളരെ രഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിലാക്കിയത്. നമുക്കറിയാം, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ശക്തമായ പ്രതിഷേധങ്ങൾ, അതായത് യുവമോർച്ചയുടെയും DYFIയുടെയും ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ, അതുപോലെ രൂക്ഷമായ പ്രതിഷേധം മാത്രമല്ല ചീമോട്ടയേർ തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയും കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അദ്ദേഹത്തിനെ നേരിട്ടത് ഭയങ്കര പ്രതിഷേധവും മൊത്തം അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് SITയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇവന് എന്തോ ഈ ഒരു സൈക്കോപാത്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഓൺലൈൻ മീഡിയകളിൽ കാണുന്നത്, നമ്മൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്. പല പെണ്ണുങ്ങളെയും വശീകരിച്ച് അവരെ ശാരീരികമായി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം സയനൈഡ് ഗുളിക നൽകി അവരെ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അവരെ ഗർഭിണിയാക്കുക, അവരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. അങ്ങനെ ഒരു പോലീസുകാരനായ ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി. ഈ വളരെ ഹിറ്റായി ഓടിയ വിനായകനാണ് അതിൽ മമ്മൂട്ടി ലാസ്റ്റ് പിടിയിലാവുന്നതാണ് സിനിമ കഴിയുന്നത്. അപ്പോൾ ഒരു സെക്ഷൽ പെർവെർട്ടായ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ SITയുടെ മുന്നിലുള്ള ഇനിയുള്ള കടമ്പകൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഇവൻ ആഭിചാര ക്രിയകളും അതുപോലെ ചാത്തൻ സേവകളിലൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നും, അപ്പോൾ അതിലും ഈ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നതൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ചാത്തൻ സേവയും ആഭിചാര ക്രിയകളും ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അയ്യപ്പേട്ടൻ എന്താണ് തോന്നുന്നു? തുഫേലെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ നേതാവ് ഇത്തരത്തിൽ ഈ പ്രസ്തുത സ്ഥലത്തിൽ നിന്ന്, പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര, മാങ്കൂട്ടം എന്ന് പറയുന്നത് കൊട്ടാരക്കര ആ പ്രദേശം, പത്തനംതിട്ട കൊട്ടാരക്കര ആ ഇടയിൽ എങ്ങാണ് എലന്തൂര് അറിയാമല്ലോ, ആ കൊല്ലം നടന്ന സ്ഥലം, അതിനടുത്തൊക്കെയുള്ള ഒരു സാധാരണ ഒരു സ്ഥലമാണ്. നമ്മളെ കൊല്ലം ബോർഡർ, കൊല്ലത്തുള്ള സ്ഥലമാണ്. ശരി ആവട്ടെ. അപ്പം ഇങ്ങനെ ഒരു നേതാവ് പൊങ്ങി വരുന്നു, ഒരു യുവ നേതാവ് പൊങ്ങി വരുന്നു, നമ്മളെല്ലാം ആശ്ചര്യത്തോടെ കണ്ടു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ എൻ്റെ അറിവിൽ തുഫേലിൻ്റെ അറിവിൽ, നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു യുവ നേതാവ് ഇങ്ങനെ ഈ പറയുന്ന റോക്കറ്റ് വിടുന്ന രീതിയിൽ നേതാവായി ഞാൻ കണ്ടിട്ടില്ല. തുഫേൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു റോക്കറ്റ് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ തീപ്പൊരി പോകുന്ന പോലെ പൊങ്ങിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഒരു നേതാവാകുന്നത്. എനിക്കിതിൽ പറയേണ്ടി വരും, അതിനൊരു അവസരം തരണം. അതായത് പറഞ്ഞോട്ടെ പ്ലീസ്. പറഞ്ഞോ. അതായത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ചാനൽ ചർച്ചയ്ക്ക് വരുന്നു, ചർച്ചകളിൽ നിറസാന്നിധ്യമാകുന്നു, ഡിബേറ്റുകളിൽ മറ്റ് രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കുന്നു. അങ്ങനെ ജനങ്ങൾ മൊത്തത്തിൽ ആരാധനയുള്ള ഒരു യുവ നേതാവായി തീരുന്നു. അപ്പൊ ഇങ്ങനെ യുവ നേതാവായി തീരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് അങ്ങോട്ട് ഈ കണ്ട ഭയങ്കര ഉയർച്ച ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ SIT അന്വേഷണം പോകുന്നതിൽ പ്രധാനപ്പെട്ട
ഒരു മൂന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ഈ അതിജീവിതകൾ എല്ലാം തന്നെയും നൽകിയ പരാതിയിൽ പറയുന്ന ഒരേപോലത്തെ കാര്യങ്ങളാണ്. നമ്മൾ ഒരേ ഡിസൈനിൽ ഒരേ ഡിസൈനിലെ കാര്യങ്ങൾ എന്ന് പറയും. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര ആർദ്രതയും കാൽപ്പനികവും എല്ലാം ഒക്കെയാണ്. ഇന്നത്തെ കാലത്ത് പ്രണയമൊന്നും കാൽപ്പനികമായ പ്രണയമൊന്നും ഇന്നില്ല, അത് നമുക്ക് തീർത്തും പറയാം. അപ്പോൾ ഇതേപോലെ പ്രണയം കല്യാണം കഴിക്കാത്ത കൊച്ചു പെൺകുട്ടികളുമായിട്ടല്ല, അദ്ദേഹത്തിന്റെ പ്രായമായിട്ടുള്ള പെൺകുട്ടികളുമായിട്ടൊന്നും അല്ല. അതായത് ശാരീരിക ബന്ധത്തിലൂടെ, അതായത് വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, അല്ലാതെ പിന്നെ ഈ പറയുന്ന പോലെ ഭർത്താവിന്റെ സാന്നിധ്യമില്ലാത്തവര്, അങ്ങനെയുള്ളവരുമൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും അത്തരത്തിലൊരു ലൈംഗിക വേഴ്ച, ശരിക്കും ഒരു ലൈംഗിക വേഴ്ച നടത്താനായിട്ട് ഉള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ശാരീരിക സംതൃപ്തി. ഈ പറയുന്ന ആരായിരുന്നാലും അങ്ങനെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ തേടി പോവുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് ശാരീരിക വീഴ്ചയിലൂടെയുള്ള ഒരു സംതൃപ്തി മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഇതില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി കൊടുത്ത പെൺകുട്ടി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് തുഫൈലിന് അറിയാമല്ലോ, അതൊന്ന് പറയും. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. വാട്സാപ്പിൽ അവർ തമ്മിൽ സംസാരിച്ച ചാറ്റുകൾ, അത് ഇപ്പൊ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അല്ല, അത് മറ്റൊന്നുമല്ല, ചക്കരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ബന്ധപ്പെടാം, നമുക്ക് മാർച്ച് മാസത്തിൽ സ്ഥിരമായി ബന്ധപ്പെടാം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയുന്നതിൽ പരിമിതിയുണ്ട്. എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി അറിയാവുന്ന ഒരു കുട്ടി കൂടിയാണ്. അത് മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കുട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഓഡിയോ ചാറ്റുകൾ, രാഹുൽ അയച്ച ഓഡിയോ ചാറ്റുകൾ, രാഹുൽ തെറി പോലും പറയുന്നുണ്ട്. അസഭ്യ ഞാൻ ആ വാക്കിവിടെ ഉപയോഗിക്കുന്നത് ശരിയല്ല, കൊന്നുകളയുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗർഭനിരോധന ഗർഭം മലസിപ്പിക്കാനുള്ള പിൽസ് കഴിക്കാൻ പറയുന്നുണ്ട്, ഡോക്ടറെ കാണാൻ പറയുന്നുണ്ട്. ഇത് ഒരു പൊതുപ്രവർത്തകനോ ഒരു ചാനൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊന്നി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച അഭൂതപൂർവമായ വളർച്ചയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അഭൂതപൂർവമായ വളർച്ച നേടിയ ഒരു രാഷ്ട്രീയ നേതാവാണ്, യുവ നേതാവാണ്. കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന രാഷ്ട്രീയ നേതാവല്ല. ഷാഫി പറമ്പിലിന്റെ സന്തത സഹചാരിയും തണലിൽ ആശ്രിത വത്സനായി വളർന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം വി ഡി സതീശൻ പറഞ്ഞതാണ് ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ബാക്കി പറയട്ടെ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഈ ആദ്യത്തെ കേസിലെ മാധ്യമ പ്രവർത്തകയോട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പരിചയപ്പെട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ആൾക്കാരെയാണ്. കാരണം ഈ ആദ്യത്തെ കേസിലെ പെൺകുട്ടി ഭർത്താവുമായി കല്യാണം കഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ അദ്ദേഹം പരിചയപ്പെടുന്നു, അവരുമായി അടുക്കുന്നു, അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ആ കുട്ടിയെ എത്തിക്കുന്നു. ഇവര് വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് അതായത് പ്രണയിക്കുന്നു, പ്രണയം നടിക്കുന്നു, വളരെ വളരെ പത്തരമാറ്റുള്ള പ്രണയമാണ്. നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത കാര്യം. വാട്സപ്പ് ചാറ്റിലൊക്കെ ഇങ്ങനെയും പ്രണയിക്കുന്നവന്മാരൊക്കെ മെസ്സേജ് അയക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ കേട്ടത്, നമ്മൾ ഗൂഗിൾ പേ വഴി നമ്മൾ ഇത് പേയ്മെന്റ് അയക്കുമല്ലോ, ഇത് ഗൂഗിളിൽ കൂടെ വരെ മെസ്സേജ് അയച്ചു. ചെരുപ്പിന് മൂന്നാമത്തെ അതിജീവിതർ പറയുന്നുണ്ട്, ചെരുപ്പ് വാങ്ങാൻ വേണ്ടി 10,000 രൂപയുടെ ചെരുപ്പാണ് വാങ്ങിച്ചേക്കുന്നത്. എനിക്കറിയില്ല 10,000 രൂപയുടെ ചെരുപ്പ്. അപ്പോൾ ഇതില് ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ഈ പ്രണയമായി കഴിയുമ്പോൾ തന്നെ അവളോട് പറയുന്നു, നമുക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ നീ ഗർഭിണിയാവണം. അപ്പൊ ആരായാലും ചോദിക്കും, എന്തിനാ നമ്മൾ കല്യാണം, അല്ല നമുക്ക് ഞാൻ നിന്നെ കല്യാണം കഴിക്കും, പക്ഷെ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായാൽ നീ ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണാണെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, എൻ്റെ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മ സമ്മതിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രാമ നടക്കണം. എന്ന് വെച്ചാൽ അറിയാതെ ഞങ്ങൾ ബന്ധപ്പെട്ടു പോയി, കുട്ടി പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഒഴിയാൻ പറ്റില്ല. ഇതാണ് നാടൻ ഭാഷയിൽ. അപ്പോൾ ഇത് ആരായാലും ചിലപ്പോൾ വിശ്വസിക്കും. കാര്യം ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു സാന്ത്വനം വേണം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ആര് തെറി വിളിച്ചാലും ഇത് ഈ പറയുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് സാന്ത്വനം കൊടുക്കാൻ, ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളറിയുന്ന ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഭർത്താവും, ഞാൻ ഉദാഹരണം പറയുക, ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്നു. ഇതിനിടയിലേക്ക് നമ്മൾ അറിയുന്ന ഒരാൾ വന്നെന്നിരിക്കട്ടെ, എനിക്ക് പറയാം, ഈ ഫ്ലോറിൽ പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഒരു അനുഭവം ഉള്ളതാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്ന കാശെല്ലാം എടുത്ത് ഭാര്യ ഉപയോഗിക്കുന്നു. എനിക്ക് പേരും ഒന്നും പറയാൻ പറ്റില്ല. അവസാനം ഈ പറയുന്ന രീതിയിൽ ഒരു അധ്യാപകനുമായി സൗഹൃദത്തിലാകുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹം സമ്പാദിച്ച സ്വത്ത് ഉൾപ്പെടെ എല്ലാം അവരങ്ങ് മറ്റേ അദ്ദേഹത്തിന് കൊടുക്കുന്നു, കൈക്കലാക്കുന്നു. ചുരുക്കത്തിൽ
രണ്ടുപേരും തമ്മിൽ. കാര്യം അദ്ദേഹം അറിയുമ്പോൾ വാലറ്റം പങ്കിലായിപ്പോയി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഉദാഹരണം പറയുന്നത്, ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ അത് അങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരെ അവരെ തേടി പിടിക്കുക, അവരെ പോവുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുട്ടി പരിചയപ്പെട്ട കുട്ടിയോട് പ്രഗ്നന്റ് ആവണം എന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആകുന്ന കുട്ടിയെ നമുക്ക് എന്തൊക്കെ പേരുകളാണ് ആ കുട്ടിയെ, ജനിക്കുന്ന കുട്ടിയെ നമ്മൾ ഒരു പേര് കുഞ്ഞാറ്റ എന്നാണ്, പിന്നെ ബാക്കിയുള്ള പേര് കുഞ്ഞാറ്റ എന്നും റൂഗ് എന്നും തുമ്പി എന്നും ഇങ്ങനെ തുമ്പി കുഞ്ഞാറ്റ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു കുഞ്ഞാറ്റ റൂഗ് തുമ്പി ഇങ്ങനെയുള്ള, അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് വരട്ടെ, കുഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഇദ്ദേഹം എത്തിക്കേണ്ടിടത്ത് എത്തി അദ്ദേഹത്തിന്റെ ശാരീരിക സംതൃപ്തി തേടിയ ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുകയാണ്. ഇതാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യം. ഇതൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം പറയും അപ്പോ ശരി ആവട്ടെ. എന്നിട്ട് ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് അദ്ദേഹത്തിന് ഇതൊരു ആഭിചാര ക്രിയയാണ് എന്നാണ് SIT അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നമ്മൾ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഈ കുറുക്കു വഴികളിലൂടെ കാര്യം നേടുന്നതിന് ഇന്ന് ഒരുപാട് ക്രിയകളുണ്ട്. ഈ ചാത്തൻ സേവ, ഈ നമുക്ക് അറിയാം തൃശ്ശൂര് ഒരു ചാത്തൻ സേവ ക്ഷേത്രവുമായി ഈ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുടുംബം, അത് ചാത്തൻ സേവ കുടുംബമായിട്ട് ബന്ധമുണ്ടെന്നും ചാത്തൻ സേവ കുടുംബമല്ല, ചാത്തൻ സേവ നടത്തുന്നിടത്ത് ഇവര് ഒരുമിച്ച് പോവാറുണ്ട്. അവരുടെ കുടുംബം വരെ പോയി പൂജാകർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പിന്നെ വിചാരണ കോടതി വെറുതെ വിട്ട നടൻ ദിലീപ്, അദ്ദേഹത്തിനും ഇത്തരത്തിൽ ചാത്തൻ സേവ നടത്തുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ആഭിചാരക്രിയ പിന്നെ അവര് ഈ ഇത്തരത്തിൽ തൃശ്ശൂരുള്ള ചാത്തൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് എന്ന രീതി. അതായത് ഇങ്ങനെ ഒരു സൈക്കോപാത്ത് മാത്രമല്ല, ഇവ സൈക്കോപാത്ത് ആണെന്ന രീതി. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിൽ പറയുന്നുണ്ട്, ഈ മാനസികാരോഗ്യ വിദഗ്ധരുമായിട്ട് രാഹുലിന്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ രാഹുലിന്റെ ബോഡി ലാംഗ്വേജും രാഹുലിന്റെ ചേഷ്ടകളും ഭയങ്കര കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നത്. അതായത് അത് പറയുന്നത് ഈ പറയുന്ന ജനത്തിനിടയിലേക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരും. അതായത് അറസ്റ്റ് ചെയ്യുന്ന രംഗത്തിൽ അറസ്റ്റ് ചെയ്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കാണുന്ന രംഗമുണ്ട്, രാത്രി 12:45 അതെ, തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ജാമ്യം കിട്ടും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. കാര്യം നമ്മുടെ നിയമവ്യവസ്ഥയുടെ കാര്യം, അദ്ദേഹത്തിന്റെ വെൽ ടാലന്റഡ് അഭിഭാഷകരാണ്. പക്ഷെ ഈ അഭിഭാഷകർക്ക് പോലും അറിയാത്ത കാര്യമാണ് SIT കണ്ടുപിടിച്ചിരിക്കുന്നത്. അഭിഭാഷകർ പോലും, കാര്യം ഏറ്റവും പേരുള്ള വക്കീലാണ്, തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുള്ള ഒരു വക്കീലാണ്. എന്തായാലും അതിന്റെ പേര് നീ പെട്ടെന്ന് ഓർമ്മ വരാത്തുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ആഭിചാരക്രിയ നടത്തുന്നതിന്റെ ഫലമായിട്ട് ആകുന്നതിനായി കുഞ്ഞിനെ ക്യാരിയിങ് ആകുമ്പോഴത്തേക്ക് ചക്കരയെന്നും തേനയെന്നും പാലയെന്നും നമുക്ക് പേരിടണം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം പിന്നീട് അതിനെ അബോർട്ട് ചെയ്യാനുള്ള പണിയിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ അബോർട്ട് ചെയ്യാനുള്ള ഗർഭം അലസിക്കാനുള്ള പണിയിലേക്ക് പോകാനായിട്ട് അദ്ദേഹം മരുന്ന് കൊടുത്തു എന്നും ആദ്യത്തെ പരാതിയിൽ പറയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നത് ഇവർ തമ്മിലുള്ള ടോക്കില് കൊന്നുകളയുന്നവരെ പറയുന്നുണ്ട്, നാടകം കളിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ പരാതിയിൽ വേറെ കാര്യമുണ്ട്. ജാമ്യം കിട്ടിയതിനു ശേഷം പറയുന്നുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യ ഭർത്താവുമായിട്ട് ഉടക്കിയ കാര്യവും പറയുന്നുണ്ട്. അതൊക്കെയാണ് ജാമ്യം കിട്ടാനുള്ള കാരണമായിട്ട് കോടതി പറയുന്നതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, കാരണം അദ്ദേഹം ഒരു വക്കീലും കൂടെയാണ്. നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഏതാണ്ട് എല്ലാവർക്കും ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 80% പേർക്ക് നിയമവശങ്ങൾ കാണാതെ അറിയാം. ആഭിചാരക്രിയയിലൂടെ ഈ സ്ത്രീകളെ ഗർഭിണിയാക്കിയ ശേഷം ഇങ്ങനെ ആ രീതി അങ്ങ് മാറുക. ഈ കുട്ടി ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള ഈ കപട സ്നേഹമാണ് അദ്ദേഹത്തിന്റെ ശാരീരിക സംതൃപ്തി. അദ്ദേഹം ഒരു വല്ലാത്ത രീതിയിലാണ് ഇവരോടെല്ലാം പെരുമാറിയെന്ന് പറയുന്നത്. ഗുഹ്യഭാഗത്ത് വരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക എന്ന് പറയുമ്പോൾ ഒരു മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കാമുകൻ ഒരു കാമുകിയോട് പ്രണയിക്കുന്ന സമയത്ത് വേഴ്ച നടത്തുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മാരകമായ രീതിയിൽ പെരുമാറില്ല. അത് ഇവൻ സാധാരണ മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവൻ സാധാരണ ഒരു നോർമൽ അല്ല. ഇവന് ഒരു മാനസിക രോഗി. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൈക്കാട്രിസ്റ്റുകളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസ് തേടാൻ സാധ്യതയുണ്ട്, തേടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവനൊരു സൈക്കോപാത്ത് ആണെന്ന രീതിയിൽ ഇവന്റെ പല പെരുമാറ്റങ്ങളും ഇപ്പൊ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവനൊരു സൈക്കോപാത്താണ്, മാനസിക വൈകല്യങ്ങളുള്ള ആളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.
പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ മാനസിക വികൃതം മാത്രമല്ല, ഒരു സാധാരണ പുരുഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും എടുക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിന് ഓവറായി, ഇത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു നോർമൽ കോഴ്സിൽ ഒരു മനുഷ്യന് കഴിയുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിന് അപ്പുറമാണ് ഇദ്ദേഹം ഇതെല്ലാം കൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന പറഞ്ഞത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു ശരീരമാണ്, മരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മിച്ചതല്ല. അത് ഈ പറയുന്ന പോലെ ഞാൻ പറയുന്നതിന് എന്ത് വ്യാങ്യാർത്ഥം എടുത്താലും, ഒരു ഭർത്താവ് ഭാര്യ അവർ ഒരുമിച്ചുള്ള രമിക്കൽ, അവർ ഒരുമിച്ച് കിടക്കുമ്പോൾ ഭാര്യയുടെ സമ്മതമില്ലാതെ പോലും, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സ്വന്തം ഭാര്യയുടെ മനസ്സ്, അവരുടെ സാഹചര്യം, അവരെങ്ങനെയാണ് ഇപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ ഏതൊരു നല്ല ഭർത്താവും അവരുടെ ഇത്തരത്തിലുള്ള അത് ഏതൊരു മനുഷ്യന്റെയും കെമിസ്ട്രിയാണ്, ശരീരത്തിന്റെ കെമിസ്ട്രിയാണ്. നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ, നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ നമുക്ക് വേണ്ട ഒരു നീഡ് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീഡിന് ഇങ്ങനെയുള്ള പരാക്രമം ലോകത്തൊരു മനുഷ്യരും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അതിഭയങ്കരമായ ഇതിനോടുള്ള, സെക്സിനോടുള്ള ഒരു താല്പര്യം, ആർത്തി. ഈ സെക്സിനോടുള്ള ആർത്തിക്ക് സാധാരണ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ അത്തരത്തിലുള്ള ഉത്തേജക മരുന്നുകൾ കഴിക്കാൻ കഴിയുള്ളൂ. ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുക, അത് ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ കൊല്ലുക, ആ ഒരു രീതിയാണ്. കാര്യം SIT അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ ഒരു കുറ്റവാളിയെ ഒരു കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അന്വേഷണത്തിന്റെ രീതിയാണ്. ഇയാളുടെ ഈ പറയുന്ന ആ ഒരു ക്രിയ ചെയ്തിരിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അതിൽ ചെയ്തിരിക്കുന്ന ക്രൈം, ആ ക്രൈമിന് ഒരു രീതി ഉണ്ടോ എന്ന് നോക്കും. ഇത് 3 ക്രൈമില്, ഞാൻ പറയുന്നത് തെറ്റോ ശരിയെന്ന് അറിയില്ല, തീർച്ചയായിട്ടും ആദ്യത്തെ മാധ്യമ പ്രവർത്തകയായിരുന്നാലും രണ്ടാമത് ഒരു പെൺകുട്ടി, ഒരു 21 വയസ്സുകാരി പെൺകുട്ടിയുടെ പരാതിയിലും സെയിം രീതിയിലാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. കാര്യം എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക, അവരെ കടന്നാക്രമിക്കുക. കാര്യം ഒരു പെൺകുട്ടിയോട് പിന്നെ ഒരു പെൺകുട്ടിയുമായി പ്രണയമായി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവരുമായി അവരുടെ ഒരു കൺസേണോട് കൂടിയേ ബന്ധപ്പെടാൻ കഴിയുള്ളൂ. ഇത് കൺസേൺ ആണെങ്കിൽ കൺസേൺ ഒന്നും വിഷയമല്ല, ചെല്ലുന്നതിന് മുമ്പ് എന്നെ പിടിക്കുന്നു, അങ്ങനെയുള്ള ഒരു കാടത്വം കാണിക്കുന്നു. ഈ കാടത്വമാണ് ഈ കുട്ടികളിൽ വല്ലാത്ത ഒരു ഇത് ഇങ്ങനെ അങ്ങനെ വെച്ചാല് ഈ പറയുന്ന കാടത്വം ഉണ്ടല്ലോ, ഈ കാടത്വം കണ്ടാൽ സാധാരണക്കാർ ആരെങ്കിലും പേടിക്കും. അപ്പോൾ ഈ കാടത്വത്തിന്റെ പിന്നിൽ, ആ കാടത്വം കാണിക്കാനായി അദ്ദേഹം ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചിരുന്നോ എന്ന് ഈ SIT അന്വേഷണ സംഘത്തിന് സംശയം. ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു ആദ്യത്തെ കേസിലെ 2 കേസിലെയും ഉണ്ടായിരുന്ന ക്രിയകൾ, ആ ക്രിയയ്ക്ക് ശേഷം ഈ രണ്ടിലും ആ 2 കാര്യം നടന്നതുപോലെ തന്നെ മൂന്നാമത്തേതിൽ നടന്നു എന്നുള്ള നിഗമനത്തിലേക്ക് SIT അന്വേഷണം എത്തി. ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്തു. അതായത് ഇദ്ദേഹത്തിന് മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഒക്കെ ഉള്ള, അതായത് മെഡിക്കൽ ഷോപ്പ് ഒരു ലിജോ ജോസ് മഞ്ഞപ്പള്ളി എന്ന് പറയുന്നത്, ഇദ്ദേഹം മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ, മെഡിക്കൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൂട്ടുകാരന് കടയുള്ളതാണ്. അപ്പൊ ഈ മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട, ഇത് വേണ്ടാതെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ കൂട്ടുകാരനായ ലിജോ ജോസ് മഞ്ഞപ്പള്ളിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിലുള്ള ഉത്തേജക മരുന്നുകൾ കിട്ടുമായിരുന്നു. ജോബി ജോസഫിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ജോബി ജോസഫ് മഞ്ഞപ്പള്ളി അറിയാമല്ലോ, അത് ഏതാണ്? ആദ്യത്തെ കേസിലെ പെൺകുട്ടിക്ക് ഗുളിക കൊടുത്ത ശേഷം ഈ ഗർഭം അലസിക്കാൻ, അതായത് ഗർഭമാകുന്നതിന് മുമ്പ് നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ ഗർഭിണിയാകണമെന്നും, നീ ഗർഭിണിയായി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് പറയാമെന്നും, അപ്പൊ ഗർഭിണിയായിരിക്കുന്ന കുഞ്ഞിനെ നമുക്ക് അങ്ങനെ പേര് പറഞ്ഞ് വിളിക്കാമെന്നും ഇതൊക്കെ ആകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ്. പിന്നെ ഗർഭിണിയായി എന്നറിയുമ്പോൾ അതിനെ അബോർട്ട് ചെയ്യുക. അപ്പൊ അബോർട്ട് ചെയ്യാനുള്ള ഗുളിക കൊടുത്ത് വീഡിയോ ആക്കി ആ നമ്മുടെ മാധ്യമ മേഖലയിലെ പെൺകുട്ടിയോട് ആ വീഡിയോ, ഈ മരുന്ന് കഴിക്കുന്ന വീഡിയോ എടുത്തു കൊടുത്ത് ഈ ജോബി ജോസഫാണ്. ഇദ്ദേഹത്തിന് മരുന്ന് കൊടുത്തിരിക്കുന്നത് ലിജോ ജോസാണ്. അപ്പം ഈ ഇത് പറയുന്ന ഈ ക്രിയകളെല്ലാം തന്നെ ഒരേപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഈ പറയുന്ന പോലെ അതിൻ്റെതായ രീതിയിലാണ് അവർ പോയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ ചെയ്യുമ്പോൾ ആഭിചാരക്രിയ നടന്നിട്ടുണ്ട്. ആഭിചാരം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചാത്തൻ സേവ തൃശ്ശൂർ തന്നെയുള്ള ഒരു ചാത്തൻ സേവ നടത്തുന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ രാഹുലിന്റെ കുടുംബവും വന്നു പോകുന്നതായുള്ള വിവരം SIT അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അമ്മ, സഹോദരി, അളിയൻ, ഇങ്ങനെ ഇവരെല്ലാവരും വന്നതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാള് ഇത്തരത്തിൽ നേരായ രീതിയിലല്ലാതെ അയാളുടെ കരിയർ ഇത്രയും ഒരു ഉയർച്ച ഉണ്ടാകണം എങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്തുള്ള ശരീരഭാഷ, ഹൂ കെയർസ്? അപ്പൊ ഇതൊരു സാധാരണ നോർമൽ മൈൻഡിലുള്ള
ഒരാളും ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഒരു ചിരിച്ച മുഖത്തോടെ പോകില്ല. അതിൽ പോലീസിന് അതിശയം തോന്നുന്നു പോലീസ് മാനസിക രോഗ വിദഗ്ധരുമായി സംസാരിക്കും. പിന്നെ അമിത ആത്മവിശ്വാസമാകാം. മാത്രമല്ല ജാമ്യം കിട്ടുമെന്നുള്ള, കാരണം ഒന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലും രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിലും എനിക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് ഹൂ കേഴ്സ്, എനിക്ക് പ്രശ്നമില്ല, ഒന്നിനെയും പേടിയില്ല, ഭയമില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു ധിക്കാര മനോഭാവം ഉണ്ടാവാം. ആര് ഇവിടുത്തെ പോലീസല്ലേ, ഇവിടുത്തെ കോടതിയല്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം അവന്റെ. പോലീസ് ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായും. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ ഒരു ചാത്തൻ സേവ എന്ന് പറയുമ്പോൾ ഈ ചാത്തൻ സേവ പിന്നെ ഇങ്ങനെയൊക്കെ നടത്താറുണ്ടോ? അതിനവർ ഹിന്ദു മത പണ്ഡിതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല ഹിന്ദു മത പണ്ഡിതരുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു മത പണ്ഡിതരാണ് പറഞ്ഞത് ഇങ്ങനെ ചാത്തൻ സേവ നടത്താറുണ്ട്, ശരിയായ രീതിയിലുള്ള ജീവിത ക്രമം അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിപ്പോകത്തക്ക രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ എന്നല്ല, ഈ ചെയ്യാൻ പാടില്ലാത്ത ക്രിയയാണ് ആഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭ്രൂണഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ നശിപ്പിക്കുകയാണ്. നമ്മുടെ കാരിങ് ആയിരിക്കുന്ന സ്ത്രീയുടെ ഒരു ജീവന്റെ തുടുപ്പാണുള്ളത്. അപ്പോൾ ആ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. ഇതെല്ലാം തന്നെ വായിച്ചു നോക്കുമ്പോൾ ഒരു കൊലപാതകം പോലെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഭ്രൂണഹത്യ ഒരു വല്ലാത്ത കുറ്റമാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഭ്രൂണഹത്യ നടത്തുന്നത് തൻ്റെ ഉയർച്ചയ്ക്ക് നല്ലതാണെന്ന് ഈ ചാത്തൻ സേവ നടത്തുന്നവരിൽ ആരിൽ നിന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് നമുക്ക് SIT നിന്നും ലഭിക്കുന്ന SIT ഉദ്യോഗസ്ഥർ ഇത് വളരെ ഗോപ്യമായ കാര്യമാണ്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു മൂന്നാമത്തെ തെളിവിലേക്ക് അവർ എത്തുന്നു. കാര്യം അവരെ സംബന്ധിച്ച് ആകെ 3 ദിവസമാണ് കോടതി കൊടുത്തിരിക്കുന്ന സമയം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇന്ന് രാവിലെ 5:30 മണിക്കോ 6 മണിക്കോ ആണ് ഈ പറയുന്ന ഹോട്ടലിൽ തെളിവിന് കൊണ്ടുവന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA അദ്ദേഹം യുവ നേതാവാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഇന്നലെ നമ്മൾ ഈ പറയുന്ന ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഹോട്ടലിലേക്ക് പറയുന്ന ഹോട്ടലിൽ കൊണ്ടുവന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ കർമ്മം, ഈ ആഭിചാരക്രിയ എന്ന് പറയുന്നത് ഭ്രൂണഹത്യക്ക് തുല്യമായത് കൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ കൊണ്ടുപോയി ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് SIT കൂടുതൽ ചോദ്യം ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ സംഭവമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ അദ്ദേഹത്തിനെതിരെയുള്ള അപവാദം വന്ന സമയത്ത് കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കെ സുധാകരൻ സപ്പോർട്ട് ചെയ്തപ്പോൾ ബാക്കി എല്ലാവരും എതിർക്കുമ്പോഴും കെ സുധാകരൻ സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് കെ സുധാകരൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ അതിശയത്തോടെ നോക്കി. അപ്പോൾ കെ സുധാകരന്റെ വീട്ടിൽ ഒരു ആഭിചാര ക്രിയ, അദ്ദേഹം KPCC പ്രസിഡന്റൊക്കെ ആയിരുന്ന സമയത്ത് ഏതാണ്ട് ചില ഈ ക്രിയകളൊക്കെ ചെയ്തതിൻ്റെ ചില സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ ഈ പറയുന്നില്ല അവിടെ അതിന്റെ കർമ്മങ്ങളുടെ ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് അദ്ദേഹം തന്നെ ഇത് ആരോ കൊണ്ട് തനിക്കിട്ട് പണിതാണെന്ന് പറഞ്ഞതിന്റെ ശബ്ദം രേഖ വരെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഈ പറയുന്ന രീതിയിൽ ഈ കർമ്മം നടന്നതിന്റെ സോൾവിങ്ങിനായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മാങ്കൂട്ടത്തിന്റെ അറിയാവുന്ന ഒരു ഈ പരിഹരണയെ കൊണ്ടുവന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം നേതാവാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പഴയ ചില സുഹൃത്തുക്കളെ പോലീസ് അന്വേഷക സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കുട്ടിച്ചാത്താൻ സേവ നടത്തുന്ന പല അമ്പലങ്ങളിലും, അതായത് ഇങ്ങനെ ചാത്തൻ സേവ നടത്തുന്ന അമ്പലങ്ങളിൽ പോകുന്ന പതിവ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാനസിക രോഗ വിദഗ്ധരുമായി ഇവരെ കൺസൾട്ട് ചെയ്തപ്പോൾ ഈ അമിത ആത്മവിശ്വാസം, ഈ ചിരിച്ചു കൊണ്ടുവരുന്നത് ഒരു നോർമൽ മൈൻഡുള്ള ഒരാൾക്ക് ഇത് ഈ പറയുന്ന രീതിയിൽ പെരുമാറാൻ കഴിയില്ല. അപ്പോൾ ഈ ആദ്യത്തെ 2 നിഗമനവും സൈക്കോപാത്ത് മരുന്ന് കഴിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പേര് ആശിഷ് എന്നാണ്. ഈ ആശിഷ് എന്ന പേര്. അതിൽ പറയുന്നത് ഈ പറയുന്ന ഇത്തരത്തിൽ സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ 2 വ്യക്തിത്വങ്ങളുടെ ആൾക്കാരാണ്. അപ്പം 3 കാര്യങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുക. അതുകൊണ്ടാണ് ഒരേപോലത്തെ മോഡ് ഓഫ് ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 2 വ്യക്തിത്വം കാണിക്കും. നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കൺമുന്നിലുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള എന്ത് അപവാദങ്ങൾ പറയുമ്പോഴും അതിനെയെല്ലാം തൻ്റെ സ്വന്തം പെങ്ങളാണെന്നും ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കരുതെന്നും നമ്മൾ കണ്ടതാണ്. ആശമാരുടെ സമരവേദിയിലേക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വന്നു പോയത് നിരവധി സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ എല്ലാം തന്നെ ഒരു സ്ത്രീ സംരക്ഷകൻ എന്നുള്ള കപടമുഖം. അപ്പോൾ ഇവർക്ക് 2 മുഖമുണ്ട് എന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഈ ഗവേഷണ വിദ്യാർത്ഥിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഈ ദുമുഖ വ്യക്തിത്വമുള്ള
രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ദ്വിമുഖ വ്യക്തിത്വം കാണിക്കുമ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ജനത്തിന് പെട്ടെന്ന് പിന്നെ ഈ അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ മോഡസ് ഓപ്പറാൻഡി ഇതിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നെ അപ്പൊ ഇങ്ങനെ ഈ ആശിഷ് എന്ന് പറയുന്ന പിന്നെ ഗവേഷക വിദ്യാർത്ഥി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന നിഗമനങ്ങൾ ഇങ്ങനെ ദ്വിമുഖ വ്യക്തിത്വം ഉള്ള ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടം. പുറമെ ഒന്നും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇതുമാണ്. ഏതായാലും പിന്നെ ഇത്തരത്തിൽ ഇരട്ട വ്യക്തിത്വം, അദ്ദേഹം ഒരു സീരിയലായിട്ടുള്ള കുറ്റവാളിയാണ്, ആഭിചാരക്രിയ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അതെ ചാത്തൻ സേവ, അതായത് ചാത്തൻ സേവ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഒരു ഭ്രൂണഹത്യ, ഒരു ജീവൻ നശിപ്പിക്കുക, ഇങ്ങനെ ഭ്രൂണഹത്യ നശിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ഹത്യയാണ്. അതിലൂടെ ഇങ്ങനെ ഉയർച്ച ഉണ്ടായ ഈ ആഭിചാരക്രിയയിലൂടെ ഉയർച്ച ഉണ്ടാകും എന്നുള്ള ഒരു എന്താ പറയുക അന്ധവിശ്വാസത്തിന്. ഇപ്പൊ നമ്മള് എലന്തൂര് പത്തനംതിട്ടയ്ക്ക് അടുത്ത് നരബലി നടത്തിയ ഒരു കഥ അറിയാമല്ലോ. അത് ഇദ്ദേഹത്തിന്റെ നാട്ടിനടുത്താണ്, അതെ ഇദ്ദേഹത്തിന്റെ നാട്ടിനടുത്താണ്. അപ്പൊ ഇങ്ങനെ പരിചയപ്പെടുന്നവരെയൊക്കെ പരിചയപ്പെട്ട് അവരെ തന്നിൽ അടുത്തേക്ക് കൊണ്ടുവരിക, അവരെ ഗർഭിണിയാക്കുക. ഗർഭിണിയായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഈ പറയുന്ന പേരുകൾ പറഞ്ഞു, നമുക്ക് ആ കുട്ടിയെ അങ്ങനെ വിളിക്കണമെന്ന് പറയുക, ഇങ്ങനെ വിളിക്കണമെന്ന് പറയുക, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കുഞ്ഞ് ആയി കഴിയുമ്പോൾ പറഞ്ഞോളൂ. അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനോട് ഇവൻ പറഞ്ഞ മറുപടി അത് പറഞ്ഞത് എനിക്കിതിനെ റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതെ, മെസ്സേജ് എനിക്കിതിനെ റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന സെക്ഷുവലായിട്ട് ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാകുന്നതിനേക്കാൾ വികാര വേലിയേറ്റമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെ വികാര വേലിയേറ്റം എങ്ങനെ ഈ പയ്യന് ഉണ്ടായി, ഈ ചെറുപ്പക്കാരന് ഉണ്ടായി എന്നുള്ളതിൻ്റെ അന്വേഷണം SIT പോകുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ MLA ആകുന്നതിന് മുമ്പുള്ള കാലം മുതൽ തന്നെ ഇദ്ദേഹം ചില പ്രത്യേക ചാത്തൻ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ തനിക്ക് ഇങ്ങനൊരു ഉയർച്ച തനിക്ക് ഉണ്ടാകാനായി ഇത്തരത്തിൽ ആഭിചാരക്രിയയിലൂടെ ഭ്രൂണഹത്യ നടത്തി എന്നുള്ളതിൻ്റെ ഇനി അതൊന്ന് ആ ഒരു തെളിവ് അവർക്ക് എന്തായാലും അവർക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. 3 ദിവസമാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറും. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്തുക്കൾ, അതായത് അദ്ദേഹം MLA മറ്റുമൊക്കെ ആയിക്കഴിഞ്ഞുള്ള സൗഹൃദമല്ല, അതിനു മുമ്പുള്ള അദ്ദേഹത്തിന് നമ്മൾ തമാശയെ പറഞ്ഞാൽ പൂർവ്വ ആശ്രമത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കയ്യിരിപ്പുകളൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യിരിപ്പുള്ള ആള് ആ കയ്യിരിപ്പ് തുടർന്നു കൊണ്ട് പോവുകയും അങ്ങനെ ആ കയ്യിരിപ്പ് വെച്ചുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പോവുക, അവർ പറയുന്നത് കേൾക്കുക, വീട്ടുകാരെയും കൊണ്ട് പോവുക. അപ്പോൾ ഫലത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിപ്പിടിച്ചു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ എത്തിയത് എന്നുള്ളതിൻ്റെ, അതായത് ഭ്രൂണഹത്യ നടത്തുക, ഒരു ജീവനെ നശിപ്പിക്കുക, എന്നിട്ട് ഈ പറയുന്ന സ്ത്രീകളോട് ഏറ്റവും മോശമായ രീതിയിൽ ലൈംഗിക അതിക്രമണം നടത്തുക. അതിന് തൻ്റെ കൂട്ടുകാരൻ്റെ അദ്ദേഹവും കൂടെ പാർട്ട്ണറായിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പിന്നെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് സംഘടിപ്പിക്കുക, അത് തന്നെ തെറ്റാ. അപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കുക, എന്നിട്ട് തന്നെ താൻ ആ വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ആ മരുന്ന് ഉപയോഗിച്ച് വീഴ്ച ചെയ്യുക. ഇങ്ങനെ ഒരു പെൺകുട്ടിയോട്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതിനൊരു സ്ത്രീത്വം എന്ന് പറയുന്നതിന് ഒരു വലിയ വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാരകമായ കുറ്റം ചെയ്ത ഒരു സീരിയൽ കില്ലർ, ഒരു കൊടും ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത് ഒരു കെട്ടുകഥയാണ്, പോലീസ് അന്വേഷണ സംഘം കെട്ടുകഥയാണ്. ഇനി അവർ പറഞ്ഞിട്ട് വേറെ ഉള്ളത് പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു മഹത് വ്യക്തി, ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളിരിപ്പുണ്ട്, അങ്ങേരുണ്ടാക്കിയ കഥയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഥയല്ല. ആഭിചാരം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആഭിചാരം എന്നും ഈ ലോകത്തുണ്ട്. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ സാധാരണക്കാരായ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുക, പ്രണയം അഭിനയിക്കുക, തനിക്ക് കുഞ്ഞ് വേണമെന്ന് പറയുക, കുഞ്ഞിനിങ്ങനെ പേരിടണമെന്ന് പറയുക, പേര് പരം പറയുക. അപ്പോൾ അങ്ങനെ പേര് വരെ ഇടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രയും ഓമനിച്ച് പറഞ്ഞ പേരുള്ള ഈ കുഞ്ഞിനെ കൊല്ലുക, അതാണ് നമ്മൾ പറയുക. അതിനെ കൊല്ലുന്നു, ഭ്രൂണഹത്യ മഹാഭാവം. അങ്ങനെ ഈ 3 പെൺകുട്ടികളെയും അങ്ങനെ അവരെ ഗർഭം അലസിച്ച രീതിയൊക്കെ ഇനി ഒന്നേ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ അന്വേഷണ രീതിയിൽ, അതായത് ബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അതായത് നമ്മൾ ഈ പറയുന്ന പൂജയും കർമ്മവും എന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് അതിനൊക്കെ ഒരു സയൻസാണ്. അത് വഴിവിട്ട രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം ചെയ്യാറുണ്ട് എന്നും SIT അന്വേഷണ സംഘത്തിന് അവരുടെ ഉപദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സോളിഡ് എവിഡൻസിന് വേണ്ടി അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗവേഷണ വിദ്യാർത്ഥി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്രൈം സീരീസ് ചെയ്യുന്ന
ആൾക്കാർ ഇങ്ങനത്തെ കുറ്റകൃത്യം ചെയ്യുന്നവർ ആൾക്കാരുടെ മുന്നിൽ താൻ ഒന്നിലും അതാണ് അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും പറയുന്നത് ഞങ്ങൾക്കാർക്കും അറിയില്ല അങ്ങനെ ഇത്തരത്തിലൊരു വ്യക്തിത്വം ഉണ്ടോ ഇല്ലേ. ഏതായാലും കോൺഗ്രസ് പാർട്ടിയിൽ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ബഹുമാന്യ വ്യക്തിക്കോ പാർട്ടിക്കകത്തുള്ള ആർക്കും ഉറപ്പായിട്ട് അറിയില്ല ഈ കർമ്മം എന്ന് പറയുന്നത്. അവരെല്ലാം ഞെട്ടാൻ പോവുകയാണ് ഈ വാർത്ത പുറത്തു വന്നാൽ. പക്ഷേ ആകെ 3 ദിവസമേ ഉള്ളൂ. നമ്മുടെ സർക്കാരിന്റെ പോലീസാണ് ഇത് എങ്ങനെ വേണോ തിരിച്ചുവിടാം. നമ്മളിത് പറയുന്നു ജാമ്യം കിട്ടണമെന്ന രീതിയിൽ കളി പോയാൽ. കാര്യം ഇന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തെളിവെടുക്കാൻ പോയ രംഗം നമ്മൾ കണ്ടതാണ്. ഇതുവരെ അദ്ദേഹം പാസ്വേഡ് കൊടുത്തിട്ടില്ല, ഫോണിന്റെ ഒരു കാര്യങ്ങളും ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും നാം നമ്മുടെ എനർജി മൊത്തത്തിൽ വേസ്റ്റ് ചെയ്ത് പറയുമ്പോഴും സർവ്വ തെറിവിളി കേൾക്കാനും സർവ്വസന്നദ്ധനായിട്ട് ഇത് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവ് കിട്ടിയതിൻ്റെ സ്ഥലത്തിൽ ഈ പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന ഞെട്ടുന്ന, നമുക്കെല്ലാം ഇത്രയും വിദ്യാഭ്യാസവും ഉന്നതങ്ങളിലെത്തിയെന്നും ഇനി നമ്മൾ ചന്ദ്രനിൽ പോയി താമസിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ എൻ്റെ ഇടയിൽ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ 2 പെൺകുട്ടികളുടെ പിതാവാണ്. ഈ ലോകത്ത് പെൺമക്കളുള്ള, അതായത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമായിരിക്കും. സ്വന്തം പെങ്ങള്, സ്വന്തം അമ്മ, സ്വന്തം വീട്ടിലുള്ളവർക്ക് പറ്റുമ്പോൾ മാത്രമേ നമ്മുടെ മലയാളിക്ക് നോവത്തുള്ളൂ.